സാക്ഷരതയിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നുവെന്നും സാംസ്കാരികമായി ഉന്നതങ്ങളിൽ വിരാജിക്കുന്നുവെന്നുമൊക്കെ അവകാശപ്പെടുന്ന കേരളത്തിൽ ചില മതശക്തികൾ പിടിമുറുക്കുന്നുവെന്നുള്ള ആരോപണങ്ങളും വാർത്തകളും അതിശക്തമായി മുഴങ്ങിക്കേൾക്കുന്നതാണ്. മതനേതൃത്വത്തിന്റെ ആസ്ഥാന മന്ദിരങ്ങൾക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാത്ത തരം ആർജവമുള്ള കമ്മ്യൂണിസ്റ്റ് സംഘങ്ങൾ കേരളം ഭരിക്കുമ്പോൾ സ്വാധീനങ്ങളുടെ കെട്ടുപാടുകൾ കാട്ടി മതമേധാവികൾ ധാർഷ്ട്യത്തോടെ ശബ്ദമുയർത്തില്ലെന്ന ധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അത് വെറും മിഥ്യാധാരണകളാണെന്ന് ഊട്ടി ഉറപ്പിക്കുന്ന വിധത്തിലാണ് ചില മതാധിപത്യ ജിഹകൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളെ ഇപ്പോൾ പിടിമുറക്കുന്ന ആട്ടങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലും ഒടുവിൽ നിലമ്പൂരും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ എല്ലായിടത്തും വിജയം കോൺഗ്രസിനൊപ്പമായിരുന്നു. നിലമ്പൂരെ വിധി വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി ഇടത് ചേരിക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ദൃശ്യമായ ഒരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയവും വികസനവും അടക്കമുള്ള നിർണായകമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് വോട്ട് ചോദിക്കാനുള്ള ജനാധിപത്യപരമായ പ്രാഗൽഭ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ മുന്നണികൾ അസൽ വർഗീയതയുടെ നഞ്ച് കായ്കൾ കലക്കി വിഭാഗീയതയും പിളർപ്പും ചേരിതിരിവും ഉണ്ടാക്കി വോട്ട് പിടിക്കുന്ന ദയനീയമായ കാഴ്ചയാണ്. അതിൻ്റെ ഭയാനകമായ വേർഷൻ തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഗോതയായ നിലമ്പൂരിലും നടമാടിയത്. ജമാഅത്തെ ഇസ്ലാമി പണ്ടത്തെ തരികടകളെല്ലാം വിട്ട് മാനസാന്തരപ്പെട്ടെന്ന് ക്ലീൻ ചിറ്റ് അടിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാവ് VD സതീശൻ അവരുടെ വോട്ടുകൾ ഇരുകരവും നീട്ടിപ്പിടിച്ച് വാങ്ങിയെടുത്തത്. കടുത്ത വർഗീയതയും മുഴുത്ത മതതീവ്ര ചിന്തകളും ഉള്ളിൽ കൊണ്ടു നടക്കുകയും എന്നാൽ മനുഷ്യരെ കബളിപ്പിക്കുന്ന തരത്തിൽ മാനവികതയുടെ ഈരടികൾ പാടിയും മതേതരമെന്നും ജനാധിപത്യമെന്നുമൊക്കെയുള്ള ശബ്ദബീജികൾ പുറപ്പെടുവിച്ചു ജനാധിപത്യ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന കാര്യത്തിൽ തെല്ലും തർക്കമില്ല. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശിൽ പോലും നിരോധിക്കപ്പെട്ടിരുന്ന അവർ തങ്ങളുടെ അജണ്ടകൾ ആവിഷ്കരിച്ചുറപ്പിക്കാൻ വിവിധ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യയിൽ നിലകൊള്ളുകയാണ്. ഇവരെ കൂടാതെ മതതീവ്ര അജണ്ടകളുമായി നിലകൊണ്ട PDPകളുടെയും SDPകളുടെയും വോട്ട് വിഹിതം പറ്റി അധികാരം നിലനിർത്താനുള്ള കെട്ട രാഷ്ട്രീയ ചിന്തകൾ തീവ്രമായി നടപ്പിലാക്കുവാൻ ഇടതിനും വലതിനും കളമൊരുക്കി നിന്നു. ഈ സംഘടനകളെല്ലാം തന്നെ അജണ്ടകളോടെ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘങ്ങളാണ്. ഈ പശ്ചാത്തലത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ദേശവിരുദ്ധ ശക്തികളുടെ പറുദീസയായി കേരളം മാറിയെന്നുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണം ചർച്ച ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത. തിരുവനന്തപുരത്ത് BJPയുടെ പുതിയ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച് ആഭ്യന്തരമന്ത്രി കേരളത്തിലെ LDF UDF സർക്കാരുകളെ നിശിതമായി വിമർശിക്കുകയും അഴിമതിയും പ്രീണന രാഷ്ട്രീയവും അവരുടെ മേൽ ആരോപിക്കുകയും ചെയ്തത് അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. भाइयों बहनों, LDF और UDF का ट्रैक रिकॉर्ड भ्रष्टाचारी सरकारों का ट्रैक रिकॉर्ड. ഏത് പിശാചിൻ്റെ വോട്ട് കിട്ടിയാലും അത് വാങ്ങി പൈശാചിതയ്ക്ക് കൂട്ട പിടിക്കുന്ന നയങ്ങളാണ് ഈ മുന്നണികൾ തുടരുന്നത് എങ്കിൽ ഭീകര പ്രസ്ഥാനമാക്കി കണക്കാക്കിക്കൊണ്ട് പണ്ട് നിരോധിച്ച സിമി എന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളുടെയും അതേ മാനദണ്ഡത്തിൽ അടുത്തിടെ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ പ്രസ്ഥാനത്തിലെ അണികളുടെയും വോട്ടുകൾ ആരാണ് കൈയാളുന്നതെന്ന ചോദ്യം ഏറെ പ്രസക്തമായിരിക്കുകയാണ്. അവിടെയാണ് ഈ സംഘടനകളുടെ അന്തർധാരകൾ സജീവമാണെന്ന കാര്യം ഏറെക്കുറെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. കൃത്യമായ കീഴടക്കൽ അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുപോയി 2047 ഇന്ത്യയുടെ ഭരണം അട്ടിമറിച്ച് കയ്യിലെടുക്കാമെന്ന് കരുതി കരുക്കൾ നീക്കി സഹജീവികളായ ക്രൈസ്തവരോടും ഹൈന്ദവരോടും അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തുവെച്ചോടാ എന്ന ഫത്വ പുറപ്പെടുവിച്ച മുന്നേറിയവരെ നിർണായക നിമിഷത്തിൽ തന്നെ പൂട്ടിക്കെട്ടിക്കൊണ്ട് മോദി സർക്കാർ ഈ രാജ്യത്തിന് ചെയ്തത് ഏറ്റവും വലിയ നന്മയായിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ടുകളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവസാന ഘട്ടം വരെയും പ്രതിരോധം തീർത്ത കേരളത്തിലെ ഇടതരും വലതരും വോട്ടുകൾക്കായി അവരുമായുള്ള അന്തർധാര ശക്തമായി നിലനിർത്തി എന്ന് തന്നെ വേണം കരുതാൻ. LDFും UDFും ഭരിക്കുന്ന ഭരണകൂടങ്ങൾ പ്രീണന രാഷ്ട്രീയം പിന്തുടരുന്നുവെന്നുള്ള അമിത്ഷായുടെ ആരോപണം അച്ചട്ടാകുന്നതും അവിടെ തന്നെയാണ്.
പ്രീണന രാഷ്ട്രീയം പിന്തുടരുന്ന കോൺഗ്രസും CPM-ഉമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ദേശവിരുദ്ധ ശക്തികളുടെ സുരക്ഷിത താവളമാക്കി കേരളത്തെ മാറ്റിയതെന്നും എന്നാൽ 2022 കേന്ദ്ര സർക്കാർ PFIയെയും അതിൻ്റെ അനുബന്ധ സംഘടനകളെയും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു എന്നുമുള്ള അമിത്ഷായുടെ അവകാശവാദങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിതമല്ല, മറിച്ച് പച്ചയായ സത്യം തന്നെയാണ് എന്ന് കേരളത്തിലേക്ക് സാഹുതം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കെല്ലാം അറിയാം. രാജ്യത്തിന് ദോഷമായി മാറുന്ന ആ സംഘടന രാജ്യത്തുടനീളം വ്യാപിക്കുന്നു എന്ന് ബോധ്യമായപ്പോഴായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലെന്നും ഷാ കൂട്ടിച്ചേർത്തു. ആയതിനെ ഊട്ടി ഉറപ്പിക്കുന്ന വിധത്തിലാണ് കേരളത്തിലെ പുതിയ പോലീസ് മേധാവി റാവട്ട ചന്ദ്രശേഖരൻ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ. 2022 PFIനെ ബാൻ ചെയ്തു. അതിനുശേഷം കുറച്ച് അവർക്കെതിരായിട്ട് നല്ല ശക്തിയായ നടപടി എടുത്തിട്ടുണ്ടായിരുന്നു, കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും. പിന്നെ കുറച്ച് പേര് അതിലുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ പിടികൂടി കുറച്ച് പേര് മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾ അതിലുള്ള അനുഭവമുള്ള ആളുകൾ അവർ അതിൻ്റെ സിമ്പതൈസേഴ്സും അവർ മറ്റ കാര്യങ്ങളിലേക്ക് SDPIയും അതുപോലത്തുള്ള സംസ്ഥാനങ്ങളിൽ ഓർഗനൈസേഷനിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നതിന് ഇൻപുട്സ് ഉണ്ടായിരുന്നു അതിലേക്ക്. അതിൽ ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സംഘടനകൾ ഏതാണ് കുറച്ചുകൂടെ വയലൻസ് അല്ലെങ്കിൽ അത് അവരിലേക്ക് നമ്മൾ തിരിച്ചെഴുതി ഒരു ശ്രദ്ധ വേണം. അവരിലേക്ക് ആ ഭാഗത്തിൽ നമ്മൾ നോക്കിയിട്ട് വേണ്ടത്ര നടപടി സ്വീകരിക്കണം. കേന്ദ്ര സർക്കാർ ഇടപെട്ട് നിരോധനം ഏർപ്പെടുത്തിയതിന് ശേഷം PFI പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവരുടെ രാഷ്ട്രീയ മുഖമായി നിന്നിരുന്ന SDPIയിലേക്ക് അടക്കമുള്ള സംഘടനകളിലേക്ക് മാറിയെന്നാണ് കേരള DGP റാവത്ത ചന്ദ്രശേഖർ 24 ന്യൂസ് മലയാള വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് ശേഷം അവർക്കെതിരെ നിരവധി സംസ്ഥാനങ്ങളിൽ കർശന നടപടി സ്വീകരിച്ചുവെന്നും PFIയോട് അനുഭാവം പുലർത്തുന്നവർ SDPI പോലുള്ള പാർട്ടികളിലേക്ക് കുടിയേറിയെന്നും എന്നാൽ തങ്ങൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഉചിതമായ നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്നും DGP വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളുടെ അതിശക്തമായ പ്രവർത്തനങ്ങൾ മയക്കുമരുന്നിൻ്റെ വാണിജ്യമാണ്. ഇന്ത്യയിലേക്ക് വിദേശ ലഹരി മരുന്നുകളുടെ ഒഴുക്ക് വർദ്ധിക്കുന്നതും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള അത്തരത്തിലുള്ള കൃത്രിമ ലഹരി മരുന്നുകൾ കടത്തുന്നതെന്നും കേന്ദ്ര ഏജൻസികളുടെ സമഗ്ര പിന്തുണയോടെ സംസ്ഥാനത്തേക്കുള്ള മയക്കുമരുന്ന് കടത്തൽ തടയാൻ കേരള പോലീസ് ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുവെന്നും മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാനുള്ള വിവിധ വകുപ്പുകളുടെ സംയുക്ത നടപടികൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും മയക്കുമരുന്ന് കടത്തുന്നതിനെതിരെ പോലീസ് ഒരു പ്രധാന ഏകോപിത നീക്കത്തിന് നേതൃത്വം നൽകുമെന്നുള്ള DGPയുടെ വാക്കുകൾ പ്രാബല്യത്തിൽ വന്നാൽ അത് കേരളത്തിൽ നൽകുന്ന വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അവരെയെല്ലാം മുസ്ലിം ലീഗിലേക്ക് ക്ഷണിച്ചത് MLA കൂടിയായ ലീഗ് നേതാവായിരുന്നു. ഞങ്ങൾ പറയുന്നു, ആ കുട്ടികൾ ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളികളാവണം. നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരന്മാരെ കാഴ്ചപ്പാടുകളുടെ വൈകല്യം കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട് അവർ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറിയാൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത നമുക്കില്ലേ? ഇല്ലെന്ന് നിങ്ങൾ പറയാണ് അല്ലേ? ഞങ്ങൾ അതിന് വിളിക്കുന്നത് അവരെ CPM-ലേക്കല്ലല്ലോ, ലീഗിലേക്കാണ്. ഞങ്ങൾ 1000 വട്ടം പറയും, തെറ്റിദ്ധരിച്ചു പോയ NDFന്റെ കുട്ടികൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ തിരിച്ചു വരണം. ലീഗിന്റെ വാതിലുകൾ തുറന്നു വെക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ നിലപാടുകൾ തെറ്റാണെങ്കിൽ അവരെ തെരുവിലേക്ക് വലിച്ചെറിയാൻ ഞങ്ങൾ ഉണ്ടാവില്ല. തീവ്രവാദപരമായ ആശയങ്ങൾ വിട്ടുകളയാതെ പോപ്പുലർ ഫ്രണ്ടുകാർ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ തുടരുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. പണ്ട് മൂവാറ്റുപുഴയിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പശ്ചാത്തലത്തിൽ പ്രതികരിച്ച പരേതനായ VS അച്യുതാനന്ദൻ പറഞ്ഞത്, കുറേ വർഷങ്ങൾക്ക് ശേഷം കേരളം ഇസ്ലാമിക ഭൂരിപക്ഷമായി മാറുമെന്നും അതിനായി പണവും ആയുധങ്ങളും എല്ലാം നൽകി ചെറുപ്പക്കാരെ റാഡിക്കലൈസ് ചെയ്യും, പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ വീഴ്ത്തിയും കൃത്യമായ അജണ്ടകളോടെ പ്രവർത്തിക്കുമെന്നുമായിരുന്നു. ആദ്യം NDF എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കുക, കാര്യമായിട്ട് ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും
എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ. അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ, കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. VSന്റെ ഈ വാക്കുകളെ അച്ചട്ടാക്കുന്ന നടപടികളാണ് അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ കേരളം കണ്ടത്. അതിങ്ങനെ വന്ന് സർക്കാരിനെ പോലും സ്വാധീനിക്കുകയും വിറപ്പിച്ച് കാര്യങ്ങൾ നേടുകയും ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതിശക്തമായ തീവ്രവാദവൽക്കരണം തന്നെയാണ് രൂപവും ഭാവവും മാറിയ ഈ തീവ്ര ചിന്താഗതിക്കാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ വിദ്യാർത്ഥി സംഘടനകളിലും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള എല്ലാ സർക്കാർ വകുപ്പുകളിലും ഇത്തരക്കാർ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. പോലീസിലെ പച്ചവെളിച്ചം വാട്സപ്പ് ഗ്രൂപ്പും പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം നൽകാൻ ഫയർഫോഴ്സ് ഇനീഷ്യേറ്റീവ് എടുത്ത സംഭവവും ഇതിനോട് ചേർത്ത് പഠിക്കേണ്ടത് തന്നെയാണ്. കലാകായിക മേഖലകളിലും സിനിമാ മേഖലകളിലുമെല്ലാം അവർ അതിശക്തമായ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. സിനിമയിൽ ഇത്തരക്കാരുടെ സ്വാധീനത്തിൻ്റെ ശക്തിയെ തെളിയിച്ചുകൊണ്ട് ഇസ്ലാമിതര മതസ്ഥരെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സംഹിതകളെ ഹീനമായി അപമാനിച്ചുകൊണ്ടുള്ള സൃഷ്ടികൾ നിരന്തരമായി ഉടലെടുക്കുകയും അവരുടെ അജണ്ടകൾ ഉറപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ദൃശ്യമായി കൊണ്ടിരിക്കുന്നത്. ബിസിനസ് മേഖലയിലും ആരോഗ്യ മേഖലയിലും അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലും ഈ രാഷ്ട്രവിരുദ്ധ ശക്തികൾ അതിശക്തമായി തന്നെ പിടിമുറുക്കിയിരിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾ ലോകമെങ്ങും പല രൂപത്തിലും പല ഭാവത്തിലും പല പേരുകളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സാധാരണക്കാരുടെ ഭാവത്തിൽ ഇവർ കഴിയുന്നുണ്ടെങ്കിലും നിർണായകമായ സമയത്ത് അവരുടെ തനിനിറം വെളിപ്പെടുത്തിക്കൊണ്ട് പിടിമുറുക്കുവാനാണ് കാത്തിരിക്കുന്നത്. അപകടം മുന്നേ കണ്ട പൂർവഗാമികൾ കൈമാറിയ മുന്നറിയിപ്പ് പോലെ കേരളത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും വിഴുങ്ങിക്കളയുവാൻ ഇവർ കരുക്കൾ നീക്കി മുന്നേറുകയാണ്. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്ത ആഴ്ച.